ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ സിമ്പിളായിട്ടുള്ള ഒരു കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ് ആണ്. ഒട്ടും തന്നെ ചുളിവുകളില്ലാതെ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ആം ഹോൾ കട്ട് ചെയ്യാം, പഫ് സ്ലീവ് അടിക്കാം എന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 മീറ്ററിൻ്റെ ഒരു നൈറ്റി ബിറ്റാണ് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് തുണി ഒന്ന് 4 ഫോൾഡ് ചെയ്തെടുക്കാം. ആദ്യം നീളത്തിലും പിന്നെ വീതിക്കും ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്ത ഭാഗമാണ് നമ്മൾ നിൽക്കുന്ന സൈഡിലേക്ക് വരേണ്ടത്. ഓപ്പോസിറ്റ് സൈഡിലാണ് ഓപ്പൺ സൈഡ്. ഒട്ടും തന്നെ ചുളിവുകളില്ലാതെ നോക്കണം. പറ്റുമെങ്കിൽ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മാത്രം മാർക്കിംഗ് തുടങ്ങാം. മെറ്റീരിയൽ ഒന്ന് ആദ്യം നമുക്ക് ലെവൽ ചെയ്ത് കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ഞാനിവിടെ ലെങ്ത്ത് എടുക്കുന്നത് 45 അതിൻ്റെ കൂടെ നമുക്ക് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. അപ്പോൾ ടോട്ടൽ 46.5 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഇപ്പം ഞാനിവിടെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ മെറ്റീരിയൽ ഫോൾഡ് ചെയ്തിടുമ്പോൾ താഴെ ക്ലോസ്ഡ് ആയ ഭാഗവും മേലെ ഓപ്പൺ ആയ ഭാഗം വേണം ഇടാനായിട്ട്. കാരണം താഴെ നിന്നാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അവിടെ ഫോൾഡ് ചെയ്ത ഭാഗമായിരിക്കണം ആവേണ്ടത്. ഷോൾഡർ 7 ഇഞ്ചും ആം ഹോൾ 7 ഇഞ്ചും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യാം. ഇവിടെ ചെസ്റ്റ് റൗണ്ട് 42. നമ്മൾ തുണി 4 മടക്കിയിട്ടത്. അപ്പോൾ 42ൻ്റെ 4ൽ ഒരു ഭാഗമാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 10.5. അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് ലൂസും കൂടി നമുക്ക് ആഡ് ചെയ്യാം. കാരണം ഇതൊരു കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു വാഷിന് ഒന്ന് ചുരുങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 1/2 ഇഞ്ച് ലൂസും കൊടുക്കുക. പ്ലസ് 1.5 ഇഞ്ചോ അല്ലെങ്കിൽ 2 നമുക്ക് സീം അലവൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഷേപ്പ് ലെങ്ത്ത് ഞാനിവിടെ മാർക്ക് ചെയ്തേക്കുന്നത് 14. 13 എടുക്കാം, 14 എടുക്കാം, 15 എടുക്കാം. നല്ല ഹൈറ്റുള്ള ഒരാളാണെങ്കിൽ 15 വരെ എടുക്കാം കേട്ടോ. ഇത് നമ്മൾ ചെസ്റ്റിൽ നിന്ന് താഴെ വരുന്ന ഒരു മാർക്കിംഗ് ആണ്. ഇനി ആ ഭാഗത്തെ റൗണ്ടാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ 38. അപ്പോൾ 38ൻ്റെ 4ൽ ഒരു ഭാഗം 9.5 കൂടെ 1/2 ഇഞ്ച് ലൂസും പിന്നെ 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്യുക. വേസ്റ്റ് റൗണ്ടെന്നോ ഷേപ്പ് റൗണ്ടെന്നൊക്കെ പറയൂട്ടാ ഈ ഭാഗത്തെ. അടുത്തതായിട്ട് സ്ലിറ്റാണ്. സ്ലിറ്റ് 21 ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. 20 എടുക്കാം, 21, 22, 23 ഒക്കെ എടുക്കുന്നവരുണ്ട് കേട്ടോ. ഇനി സ്ലിറ്റ് റൗണ്ട് എടുക്കാം. ഞാനിവിടെ എടുക്കുന്നത് 44. അപ്പോൾ നമുക്കതിൻ്റെ 4ൽ ഒരു ഭാഗം കണക്കാക്കണം. അപ്പോൾ 11 കൂടെ 1/2 ഇഞ്ച് ലൂസും പിന്നെ സ്ലിറ്റ് അടിക്കാനായിട്ട് 1 ഇഞ്ചും കൂടി എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. 3/4 ഇഞ്ചിൽ സ്ലിറ്റ് ഇടാം, 1 ഇഞ്ച് എടുക്കാം, 1.25 വരെ എടുക്കാം കേട്ടോ. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് 1 ഇഞ്ചിൻ്റെ സ്ലിറ്റ് തന്നെയാണ് കേട്ടോ. ഇനി താഴ്ഭാഗത്തെ മാർക്കിംഗ് ആണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെസ്റ്റ് സൈസ് ആണോ ഹിപ്പ് സൈസ് ആണോ കൂടുതലെന്ന് നോക്കണം. എന്നിട്ട് കൂടുതൽ ഏതാണോ അതാണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. ചില വ്യക്തികൾക്ക് ഹിപ്പ് സൈസിനേക്കാൾ കൂടുതൽ ചെസ്റ്റ് സൈസ് ആയിരിക്കും, ചിലർക്ക് ചെസ്റ്റിനേക്കാൾ കൂടുതൽ ഹിപ്പ് സൈസ് ആയിരിക്കും. ഇവിടെ ഞാൻ എടുക്കുന്നത് ഹിപ്പിൻ്റെ മെഷർമെൻ്റ് ആണ്, അതായത് 11 കൂടെ 1 ഇഞ്ച് സ്ലിറ്റിനും കൂടി നമ്മൾ ആഡ് ചെയ്യുക. അതുകൂടാതെ നമ്മൾ എക്സ്ട്രാ 1 ഇഞ്ചും കൂടി മാർക്ക് ചെയ്യണം. അത് സ്ലിറ്റിൻ്റെ പെർഫെക്ഷന് വേണ്ടിയിട്ടാണ്. അതിൽ വ്യത്യാസം വരുത്താം. 1/2 ഇഞ്ച് ഇടാം, 1 ഇഞ്ച് ഇടാം, 1.5 ഇഞ്ച് വരെയൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. അതിൽ കൂടുതൽ എടുക്കണ്ട, കാരണം സ്ലിറ്റ് പിരിഞ്ഞു പോകും. അപ്പോൾ ഇത്രയാണ് അടിഭാഗത്തെ മാർക്കിംഗ് വരുന്നത്. ഇനി നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റുകളിലൂടെ ലൈൻ വരച്ചു കൊടുക്കാം. 2 ലൈനുണ്ട്. ഒന്നാമത്തേത് സ്റ്റിച്ചിങ് ലൈനും രണ്ടാമത്തേത് വരുന്നത് കട്ടിങ് ലൈനുമാണ്. ശ്രദ്ധിക്കേണ്ടത് നമ്മൾ രണ്ടാമത്തെ ലൈനിലൂടെ വേണം കട്ട് ചെയ്തെടുക്കാനും. ഒരിക്കലും ആദ്യത്തെ ലൈനിലൂടെ കട്ട് ചെയ്തെടുക്കരുത്. അടുത്തതായിട്ട് നമുക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. 3 നെക്ക് വിഡ്ത്ത് ഇവിടെ എടുത്തിട്ടുള്ളത്. അവിടെ നിന്നും ഷോൾഡറിലേക്ക് ഒരു 1/2 ഇഞ്ച് സ്ലോപ്പ് വരച്ചു കൊടുക്കുക.
ഇനി നമുക്ക് ആം ഹോൾ കർവ് വരയ്ക്കാം. അതിനുശേഷം ഞാൻ നെക്ക് പറഞ്ഞുതരാം. ആം ഹോൾ നമ്മൾ എടുത്തിരിക്കുന്നത് 7 അതിൽ നിന്ന് 1/2 ഇഞ്ച് നമ്മളുടെ ഷോൾഡർ സ്ലോപ്പ് പോയിട്ടുണ്ട്. ബാക്കി നമുക്ക് കിട്ടുന്നത് 6.5. ഇനി നമ്മൾ ഈ 6.5 പകുതി 3.25 ഒരു മാർക്ക് കൊടുക്കുക. ഇനി ഈ കോർണറിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി അടുത്ത മാർക്കിംഗ് ചെസ്റ്റിലേക്കാണ്. അപ്പോൾ ഈ 3 പോയിന്റുകൾ തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ചെസ്റ്റ് പോയിന്റിലേക്ക് തന്നെ വേണം മാർക്ക് ചെയ്യാനായിട്ട്. തയ്യൽ തുമ്പിലേക്ക് ഒരിക്കലും മാർക്ക് ചെയ്യരുത്. ഈ 3.25 നിന്ന് വേണം കർവ് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ 3.25 നിന്ന് കർവ് ഇതേപോലെ സ്റ്റാർട്ട് ചെയ്തിട്ട് ചെസ്റ്റ് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കാം. ഈ 1.5 വേണം വരയ്ക്കാൻ. ഇതാണ് നമ്മുടെ ബാക്ക് ആം ഹോൾ. ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് സൈഡിലെ ആം ഹോളാണ്. അതൊന്ന് ഇതിനേക്കാളും കുഴിച്ച് വേണം കട്ട് ചെയ്തെടുക്കാൻ. എന്നാലാണ് നമുക്ക് സ്ലീവിൻ്റെ ഭാഗം ഒട്ടും ചുളിവുകളില്ലാതെ തന്നെ നല്ല വൃത്തിയായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ബാക്കിലെ ആം ഹോളിനേക്കാളും 1/2 ഇഞ്ച് കുഴിച്ച് വേണം കട്ട് ചെയ്യാൻ. നേരത്തെ നമ്മളിവിടെ ആം ഹോളിൻ്റെ ലെങ്ത്തിൻ്റെ പകുതി മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, 3.25. ഈ പോയിന്റിൻ്റെ ഉൾവശത്തേക്ക് ഒരു 1/2 ഇഞ്ച് കൂടി മാർക്ക് ചെയ്യുക. ഇതിലൂടെ വേണം നമുക്ക് കുഴിച്ച് മാർക്ക് ചെയ്യാൻ. മുകളിൽ നിന്ന് വേണം ഷേപ്പ് തുടങ്ങാൻ. മേൽഭാഗത്ത് ഒരു 1/2 ഇഞ്ച് സ്റ്റിച്ചിങ്ങിന് പോകും. ആ 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം കർവ് സ്റ്റാർട്ട് ചെയ്യാൻ. 1/2 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുക. 1/2 ഇഞ്ചിന് ശേഷം കർവ് ഷേപ്പ് സ്റ്റാർട്ട് ചെയ്ത് വരാം. നേരത്തെ മാർക്ക് ചെയ്ത 1/2 ഇഞ്ചിലോട്ട് വരയ്ക്കാം. ഇനി ഈ ഭാഗത്തെ വിടുത്ത് വരുന്നത് 3.25. അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യാം. അപ്പോൾ 1.56 മാർക്ക് ചെയ്യുക. ഈ പോയിന്റിലൂടെ വേണം നമുക്ക് കർവിനെ ചെസ്റ്റിൻ്റെ പോയിന്റിലേക്ക് വരച്ചെടുക്കാൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെസ്റ്റിൻ്റെ പോയിന്റിലേക്ക് വരച്ചെടുക്കുക. തയ്യൽ തുമ്പിലേക്ക് ജോയിൻ ചെയ്യരുത്. ഒരു വട്ടം കൂടിയും പറയാം. മേൽഭാഗത്ത് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ മാർക്കിംഗ് തുടങ്ങാൻ. അവിടെ നിന്ന് ആദ്യത്തെ പോയിന്റ്, പിന്നെ രണ്ടാമത്തെ പോയിന്റ് വരുന്നത് 3.25 ഉൾവശത്തേക്ക് നമ്മൾ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അതാണ് രണ്ടാമത്തെ പോയിന്റ്. പിന്നെ മൂന്നാമതായിട്ട് വരുന്നത് താഴത്തുള്ള 3.25 പകുതി നമ്മൾ കണ്ടിട്ടുണ്ട്, 1.6. അവിടെയാണ് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ് ചെസ്റ്റിലേക്ക്. അങ്ങനെ ഈ 4 പോയിന്റിലൂടെ നമുക്ക് ഫ്രണ്ട് ആം ഹോൾ വരച്ചെടുക്കാം. ഇതുപോലെ വരച്ചെടുക്കാം. ഫ്രണ്ടും ബാക്കും ആം ഹോൾ രണ്ടും കൂടെ ഒരുമിച്ച് വേണം ചെസ്റ്റ് പോയിന്റിലേക്ക് ജോയിൻ ആകാൻ. അപ്പോഴാണ് നമുക്ക് പെർഫെക്റ്റ് സ്ലീവ് കിട്ടുകയുള്ളൂ. കുറച്ച് കൺഫ്യൂഷനുള്ള ഏരിയ ആണ്, എന്നാലും ഈസിയാണ്. നമുക്കൊന്ന് മനസ്സിലാക്കിയെടുത്താൽ 1-2 വട്ടം വീഡിയോ കണ്ടാൽ മതി കേട്ടോ. ആദ്യത്തെ 1-2 വട്ടം മാത്രമാണ് നമുക്കിങ്ങനെ മെഷർ ചെയ്ത് കുഴിച്ച് വെട്ടേണ്ട ആവശ്യം വരികയുള്ളൂ. പിന്നെ നമുക്കത് ഈസിയായി കുഴിച്ച് വെട്ടാം. ഇതുപോലെ തന്നെ നമ്മൾ സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗവും 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടണം. എന്നാൽ മാത്രമേ സ്ലീവ് പെർഫെക്റ്റായി കിട്ടുകയുള്ളൂ. മാർക്കിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഷേപ്പിൻ്റെ ഭാഗത്തും ഹിപ്പിൻ്റെ ഭാഗത്തും ഓരോ നോച്ചിട്ട് കൊടുക്കാം.
ഇനി നമ്മൾ ഷോൾഡർ സ്ലോപ്പ് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്യാം. അതിനായി നമ്മളുടെ ബാക്ക് പീസ് എടുത്ത് നമുക്ക് മാറ്റി വയ്ക്കണം. അതിനുശേഷം ഫ്രണ്ട് പീസ് എടുത്ത് ആം ഹോൾ കട്ട് ചെയ്യാം. ഇനി നെക്ക് കട്ട് ചെയ്യാം. ഞാൻ 2 പീസും സെപ്പറേറ്റ് ആയി വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ബിഗിനേഴ്സിന് ഒരു കൺഫ്യൂഷനും ഇല്ലാതിരിക്കാനാണ് കേട്ടോ. നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ചും ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് 3 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ 2 മാർക്കിംഗ് തമ്മിൽ കൂട്ടി ഒരു ബോക്സായി വരച്ചു കൊടുക്കുക. എന്നിട്ട് ചെറുതായ ഒരു ഷേപ്പും വരച്ചു കൊടുക്കുക. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്കാണ്, അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആണ്. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്യുന്ന പീസ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതുപോലെ തന്നെ ഫ്രണ്ട് നെക്കും നമുക്ക് മാർക്ക് ചെയ്യാം. നെക്ക് വിഡ്ത്ത് 3ഉം നെക്കിൻ്റെ ലെങ്ത്ത് 6ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 2 പോയിന്റുകൾ തമ്മിൽ കൂട്ടി ജോയിൻ ചെയ്ത് ഒരു ബോക്സ് വരച്ചെടുത്ത് അതിൽ നിന്ന് ഒരു ഷേപ്പ് വരച്ചെടുക്കുക. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്കാണ്. അതുപോലെ തന്നെ കഴുത്തൊട്ടും കുടുങ്ങാതെ നല്ല വൈഡായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു നെക്കാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അടുത്തതായി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. ഞാനിന്നിവിടെ ചെയ്യുന്നത് പഫ് സ്ലീവാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞു തരാം. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ, ഇത് നൈറ്റി ബിറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം കിട്ടുന്ന ലെങ്ത് നമുക്ക് ഇതിന് എടുക്കാവുന്നതാണ്. ഈ തുണിയെ നമുക്ക് 4ആക്കി മടക്കിയിടാം. അതിനുശേഷം മോശം വശത്താണ് നമ്മൾ മാർക്കിങ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ആദ്യം തന്നെ പഫിന് വേണ്ടിയിട്ടുള്ള ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ഞാനിവിടെ എടുക്കുന്നത് 5 ഇഞ്ചാണ്. 5, 6, 7 ഒക്കെ എടുക്കാവുന്നതാണ്. ശേഷം നമുക്ക് ലെങ്ത്ത് കിട്ടുന്നത് 10.5 ഇഞ്ചാണ്. അത് ഫുള്ളായിട്ട് മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ മാർക്ക് ചെയ്ത 5 ഇഞ്ചിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ സ്ലീവിൻ്റെ വീതി വേണ്ടത് നമുക്ക് 10 ഇഞ്ചാണ്. 10 ഇഞ്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ആം ഹോള് 7ആണ്, അതിൻ്റെ കൂടെ 3ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ 7 + 3 10. ഈ 3 എന്നുള്ളത് ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആണ്. എത്രയാണോ നമ്മുടെ ആം ഹോള് അതിൻ്റെ കൂടെ 3 കൂട്ടുക. എനിക്കിവിടെ 10 ആണ്. 10 തന്നെ നമുക്കിവിടെ മാക്സിമം കിട്ടുന്നുണ്ട്. ഇനി അവിടെ നിന്നും താഴേക്ക്, അതായത് 10ൽ നിന്നും താഴേക്ക് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അത് നമുക്ക് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. താഴ്ഭാഗത്ത് ലൂസാണ് ഞാൻ എടുക്കേണ്ടത്. ഞാനിവിടെ 6 ഇഞ്ചാണ് എടുക്കുന്നത്. കൂടെ 1 ഇഞ്ച് സീം അലവൻസും കൂട്ടിയിട്ട് 7 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി 3.5-ൽ നിന്ന് സ്ലീവിൻ്റെ എൻഡ് വരെ ജോയിൻ ചെയ്തെടുക്കുക. ഇനി ഈ പോയിന്റിൽ നിന്നും 3.5-ലേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. ശേഷം ഈ സെൻറ്ററിൽ മാർക്ക് ചെയ്ത പോയിന്റ് തന്നെ മേലത്തെ ലൈനിൽ മാർക്ക് ചെയ്യണം. ഇനി നമുക്ക് സ്ലീവ് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം.
ആ കോർണറിൽ നിന്ന് തുടങ്ങി ഈ സെൻട്രൽ പോയിന്റിൽ വരെ മേൽഭാഗത്തു കൂടെയും ഈ സെൻട്രൽ പോയിന്റിൽ നിന്ന് തുടങ്ങി ഈ 3.5 താഴ്ഭാഗത്തു കൂടെയും ഒരു ലൈൻ വരച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പഫ് മാർക്ക് ചെയ്യാം. ആദ്യം തന്നെ മേലെ നിന്ന് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് വേണം ഈ 2 സെൻട്രൽ പോയിന്റിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ പഫിനുള്ള മാർക്കിംഗ്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സ്ലീവ് ഒന്നും കൂടി പറഞ്ഞുതരാം. പഫിന് വേണ്ടി നമ്മൾ 5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ബാക്കി ഭാഗം ഫുള്ള് ലെങ്തായി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ 5-ന് നേരെ ഒരു സ്ട്രേറ്റ് ലൈൻ കൊടുക്കാം. ശേഷം താഴേക്ക് ഒരു 3.5 ഇഞ്ച് ഷേപ്പ് ചെയ്യാൻ കൊടുക്കാം. എന്നിട്ട് ഈ കോർണറിൽ നിന്ന് 3.5ലേക്ക് ഒരു ലൈൻ കൊടുക്കാം. ശേഷം ഈ ലൈനിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യണം. എന്നിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. താഴെ സ്ലീവ് റൗണ്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ 2 പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുക. ഈ സെൻറ്റർ പോയിന്റ് തന്നെ മേലെ ലൈനിൽ മാർക്ക് ചെയ്യുക. മേൽഭാഗത്ത് ഒരു 2 ഇഞ്ച് സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുക. അവിടെ നിന്ന് ഇതുപോലെ വരച്ച് ഈ പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുക. ഇതാണ് നമ്മുടെ പഫ് സ്ലീവിൻ്റെ മാർക്കിംഗ്. സ്ലീവിൻ്റെ ലെങ്ത് കൂട്ടാനായിട്ട് ഞാൻ ഇതുപോലെയുള്ള 3.5 ഇഞ്ച് ഇപ്പോൾ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. ഇനി നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് നെക്ക് അടിച്ച് മറിച്ചെടുക്കണം. അതിനുവേണ്ടി 2 പീസുകൾ നെക്കിനനുസരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം അരികു ഭാഗത്തിലൂടെ 1/4 ഇഞ്ചിൻ്റെ ഒരു സ്റ്റിച്ച് കൊടുക്കണം. എന്നിട്ട് വേണം നെക്കിനോട് ചേർത്ത് വെച്ച് 1/2 ഇഞ്ച് ഗ്യാപ്പിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. നല്ല വശം ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ മാർക്കിംഗ് കൊടുത്തിട്ട് സ്റ്റിച്ചിങ് ചെയ്യുന്നതാണ് നല്ലത്. ശേഷം ഇതുപോലെ ചെറിയ കട്ടുകൾ കൊടുത്ത് നെക്ക് തിരിച്ചിട്ടെടുക്കണം. അതിനുശേഷം നമുക്ക് ഈ അരികിലൂടെ ഒരു പ്രസ്സടി കൊടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ 2 നെക്കും അടിച്ചെടുക്കുക. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. ഷോൾഡറിൻ്റെ അവിടെ ചെറുതായി ഒന്ന് സ്ലോപ്പ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. 2ൻ്റെയും നല്ല ഭാഗങ്ങൾ തമ്മിൽ ഒരുമിച്ച് വെക്കണം. ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ ഷോൾഡറിൻ്റെ അവിടെ തയ്യൽ തുമ്പ് നെക്കിൻ്റെ സൈഡിലേക്കൊന്നും കാണാത്ത രീതിയിൽ വൃത്തികേടായി കാണാതിരിക്കാനുള്ള രൂപത്തിൽ എങ്ങനെയാണ് ഷോൾഡർ ജോയിൻ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇനി നമുക്ക് ബാക്കിൽ വെച്ച പീസിനെ ഇതുപോലെ നിവർത്തി വെക്കുക. എന്നിട്ട് അതിൻ്റെ ബാക്കിലെ തയ്യൽ തുമ്പ് ഷോൾഡർ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ മടക്കി വേണം വെക്കാൻ. ഇതുപോലെ മടക്കി വെക്കുക.
എന്നിട്ട് ഫ്രണ്ട് പീസ് എടുത്ത് ഇതുപോലെ ബാക്ക് പീസിൻ്റെ സ്റ്റിച്ചിങ് വരുന്ന ഭാഗത്തോട് ചേർത്ത് വെക്കുക. എന്നിട്ട് ഫ്രണ്ട് പീസിനെ ബാക്ക് പീസ് കൊണ്ട് കവർ ചെയ്തെടുക്കുക. ഇതുപോലെ കവർ ചെയ്യുക. ശേഷം നമുക്ക് ഒരു മാർക്കിംഗ് കൊടുക്കാം. അവിടുന്ന് ഒരു സ്ലോപ്പ് ചെയ്തിട്ടുള്ളൊരു മാർക്കിംഗ് കൊടുക്കാം. വേണമെങ്കിൽ നമുക്കൊരു പിന്നുണ്ടെങ്കിൽ കുത്തി കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഷോൾഡേഴ്സ് തമ്മിൽ സ്ലിപ്പായി പോകില്ല. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 സ്റ്റിച്ച് വീതം നമുക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. ഇപ്പം നമ്മൾ 2 ഷോൾഡറും നല്ല നീറ്റായിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഉൾഭാഗത്ത്. ഒട്ടും തന്നെ തയ്യൽ തുമ്പ് പുറത്ത് കാണാതെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് സ്ലീവ് അടിക്കാം. അതിനായി നമ്മളൊരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നും ഒരു സൈഡിലേക്ക് ചെറിയ ചെറിയ പ്ലീറ്റ്സുകൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ സാവധാനത്തിൽ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി. 2 സൈഡിലേക്കും പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിനെ ബോഡി പാർട്ടിനോട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെ സ്ലീവ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ല വശവും ചേർത്ത് വെച്ച് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇതുപോലെ 2 സ്റ്റിച്ച് വീതം ചെയ്തെടുക്കുക. ഇപ്പോൾ 2 പഫ് സ്ലീവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് 2 നെക്കും ഹെം ചെയ്തെടുക്കുക. അതല്ലെങ്കിൽ ഒരു സ്റ്റിച്ച് വീതം കൊടുക്കുക. നമ്മളിവിടെ 5 ഇഞ്ചാണ് പഫിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വല്ലാതെ പൊന്തി നിൽക്കുന്ന തരത്തിലുള്ള പഫല്ല. ചെറിയ ചെറിയ പ്ലീറ്റ്സുകളാക്കി ഇങ്ങനെ താഴത്തേക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് പ്രായത്തിലുള്ളവർക്കും ഇടാൻ പറ്റിയതാണ്. ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാം. ആദ്യം തന്നെ സ്ലീവ് അടിക്കുക. അവിടെ നേരെ ചെസ്റ്റിലേക്ക്, പിന്നെ വേസ്റ്റ് ലൈൻ, പിന്നെ ഹിപ്പ് ലൈൻ. സ്ലിറ്റിന് വേണ്ടി നമ്മൾ 1 ഇഞ്ച് വിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അര ഇഞ്ച് മടക്കി സ്ലിറ്റ് ഇട്ട് കൊടുക്കുക. അടിഭാഗത്തും അര ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ചിങ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം.